മഴതോരും മുൻപുയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന പറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ അച്ഛൻ്റെ നാവിൽ നിന്നും കേട്ട മനുവിന് ഒന്നും തന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ എത്രയേറെ ആഗ്രഹിക്കുന്നതാണ് അലീനയുമൊത്തുള്ള ഒരു വിവാഹബന്ധം. അതും താൻ ആഗ്രഹിക്കുന്നതാണ്. അതെല്ലാമാണ് അമ്മ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയതെന്ന് മനുവിന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും തന്നോടൊന്നും പറയാതെ ഒറ്റ നിമിഷം കൊണ്ട് ഇനി ഒരിക്കലും മനുവേട്ടനെ ഞാൻ വിളിക്കില്ലെന്നും ഇതെൻ്റെ അവസാനത്തെ കോളായിരിക്കുമെന്നുമെല്ലാമാണ് അലീന പറഞ്ഞിട്ട് പോയത്. അത് മനുവിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു. ഇതിൻ്റെയെല്ലാം സത്യാവസ്ഥ അറിയണമെങ്കിൽ ബബിതയെ തന്നെ വിളിക്കണമെന്ന് മനുവിന് ഓർമ്മ വരുന്നുണ്ട്. മനു പറഞ്ഞ പോലെ തന്നെ ബബിതയെ ഫോണിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. മനു വിളിക്കുന്ന വിവരം ബബിത അലീനയോടും പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോള് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ മനുവേട്ടനോട് പറയണ്ട, മനുവേട്ടൻ സമാധാനത്തോടു കൂടി തന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് വെച്ചതോ? ചേച്ചിയല്ലേ മനുവേട്ടനോട് പറഞ്ഞത് ഇനി ഒരിക്കലും വിളിക്കില്ലെന്നും ഇത് അവസാനത്തെ കോളാണെന്നുമെല്ലാം. അപ്പോൾ അതിനൊക്കെ എന്താണ് ചേച്ചി അങ്ങനെ പറഞ്ഞതെന്നറിയാനുള്ള അവകാശം മനുവേട്ടനില്ലേ? അതറിയാൻ തന്നെ ആയിരിക്കില്ലേ ചേച്ചി മനുവേട്ടൻ വിളിക്കുന്നതും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നതിനിടയിൽ മനുവിൻ്റെ കോള് കട്ടാവുകയും ചെയ്യുന്നുണ്ട്. ബബിതയോട് വീണ്ടും അലീന പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്, ഇവിടെ നടന്ന ബാക്കിയുള്ള കഥകളൊക്കെ വിശദീകരിച്ച് പറയണ്ടെന്നാണ് പറഞ്ഞത്. ആൻറ്റി വന്നുവെന്നും എന്നോട് മനുവേട്ടനുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന് ആൻറ്റി പറഞ്ഞുവെന്നും നീ പറഞ്ഞോളൂ. പക്ഷേ എന്നെയോ അച്ഛനെയോ അമ്മയെയോ ഒക്കെ ആൻറ്റി ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചതായിട്ടൊന്നും നീ പറയാൻ നിൽക്കണ്ട എന്ന്. അപ്പോൾ തന്നെ ബബിത പറയുന്നുണ്ട്, അത് ചേച്ചി എന്നോട് എത്രയൊക്കെ പറയണ്ടെന്ന് പറഞ്ഞാലും അത് ഞാൻ ആദ്യം തന്നെ പറയും ചേച്ചി. കാരണം ഒന്നും അറിയാത്ത ചേച്ചിയെ വീണ്ടും കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനുവേട്ടനോട് എൻ്റെ ചേച്ചിക്ക് മനുവേട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമല്ലെന്ന് പറയുമ്പോൾ മനുവേട്ടന് എന്തുകൊണ്ടാണ് ചേച്ചി പിന്മാറിയതെന്നും അല്ലെങ്കിൽ ചേച്ചിക്ക് മനുവേട്ടനോട് താല്പര്യമില്ലാത്തത് എന്താണെന്നും അറിയാനുള്ള അവകാശം മനുവേട്ടനുണ്ടല്ലോ. അതിപ്പോൾ മനുവേട്ടൻ എന്താണ് ചിന്തിച്ചെടുക്കേണ്ടത്? മോളെ, ഞാനതിന് മനുവേട്ടനോട് വിവാഹം കഴിക്കാമെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുമില്ല. ഞാൻ ആരെയും വിവാഹം കഴിക്കാൻ അങ്ങനെ ഒരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടുമില്ല. എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. എന്നെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയുള്ളവരുണ്ട് മോളെ, അവരിലേക്ക് ഞാൻ എത്തിപ്പെടുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചേച്ചിയുടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുമെന്നാണോ ചേച്ചി കരുതുന്നത്? അങ്ങനെയൊന്നും ചേച്ചി കരുതേ വേണ്ട. അങ്ങനെയൊന്നും ചേച്ചി വിചാരിക്കുന്നിടത്തേക്ക് ചേച്ചിയുടെ ജീവിതം ഇതാക്കി തീർക്കാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. ചേച്ചി ഇവിടുത്തെ മൂത്ത മകളാണെങ്കിൽ ചേച്ചിക്ക് ശേഷമേ ഞങ്ങൾക്കൊരു വിവാഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ബബിത വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുമ്പോൾ അലീനയ്ക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും അലീന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു. ഉടനെ തന്നെ മനുവിൻ്റെ കോള് ബബിതയുടെ ഫോണിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ബബിത ഉടനെ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ കരുതിയത് അലീന പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ നീയും എൻ്റെ കോൾ എടുക്കില്ലെന്നായിരുന്നു. അതെന്തിനാ മനുവേട്ടാ ഞാൻ എടുക്കാതിരിക്കുന്നത്? മനുവേട്ടൻ അന്നും ഇന്നും എന്നും എൻ്റെ ചേട്ടൻ തന്നെയല്ലേ. പിന്നെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞാൻ ഫോൺ എടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓ, നിനക്കെങ്കിലും ആ ബോധമുണ്ട് അല്ലേ? അല്ല മനുവേട്ടാ, എന്താ വിളിച്ചത് എന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നീ വീണ്ടും വെറുതെ ചോദിക്കുന്നതാണെന്ന് എനിക്കറിയാം. നീ എന്നോട് സത്യാവസ്ഥ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കൃഷ്ണമോളെ വിളിച്ചാലും ചിലപ്പോൾ അലീനയുടെ വിലക്ക് അവൾ അനുസരിച്ചേക്കും. പക്ഷേ നീ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ബബിതേ അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ കമല വന്നതും അലീനയെയും ബാലചന്ദ്രനെയും എല്ലാവരെയും ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചതായിട്ടും ഒരിക്കലും എൻ്റെ മകനെ അലീനയ്ക്ക് വിവാഹം കഴിച്ച് തരില്ലെന്ന് പറയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ബബിത പറയുകയാണ്.
അപ്പോൾ ബബിതയോട് തന്നെ മനുവേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും കണ്ടിട്ടല്ല അലീനയെ വിവാഹം കഴിക്കാമെന്ന് സമ്മതം നൽകിയത്. അങ്ങനെ മറ്റുള്ളവരുടെ അനുവാദം മേടിച്ച് നിൽക്കേണ്ട ആവശ്യവും എനിക്കില്ല. മറ്റുള്ളവരുടെയെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരിക്കലും എൻ്റെ നല്ല കാര്യങ്ങൾക്കൊന്നും തന്നെ അമ്മയുടെ വാക്കുകൾ ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് ഓരോ ആവശ്യമില്ലാത്ത വാശികൾക്ക് മാത്രമാണ് എന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛന് സമ്മതമാണ്, അതുപോലെ തന്നെ അലീനയുടെ അച്ഛനും സമ്മതമാണ്. അലീനയ്ക്കും സമ്മതമാണെങ്കിൽ ആ വിവാഹം നടക്കും. പിന്നെ അലീന കൊടുത്ത ശപഥം, അത് ആർക്കാ കൊടുത്തത്? കമല എന്ന് പറയുന്ന എൻ്റെ അമ്മയ്ക്കല്ലേ. അത് കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ ഒരുപോലെ തന്നെയാണെന്ന്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് തോന്നുന്നുണ്ടോ ചേച്ചി അങ്ങനെ വെറുതെ ഒരു പാഴ്വാക്ക് പറഞ്ഞതാണെന്ന്? ഇല്ല മോളെ, അതെനിക്കറിയാം, അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. പിന്നെ അമ്മ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ വേണ്ടെന്ന് വെക്കാൻ മാത്രമുള്ള ബന്ധമേ അവൾക്ക് എന്നോട് ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ ബബിതേ? ഓ, ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം മനുവേട്ടാ? ഇതൊക്കെ മനുവേട്ടൻ നേരിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ചോദിച്ചേക്കാം, നേരിട്ട് തന്നെ ചോദിച്ചേക്കാം. പക്ഷേ ഫോണിലൂടെ ചോദിക്കാൻ നിവർത്തില്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ വരണമല്ലോ. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കറിയണമല്ലോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. മനു ബബിതയോട് ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ്. മനുവിൻ്റെ കോള് കട്ടായതിന് ശേഷം ബബിത വന്ന് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്ന് വേണമെങ്കിൽ നാട് വിട്ടോ, എനിക്കിപ്പോൾ തൽക്കാലം ഇത്രയേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ കൃഷ്ണമോളും അലീനയും ബബിതയെ അതിശയത്തോടു കൂടി നോക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, മനുവേട്ടനെ ഇപ്പം ഇങ്ങോട്ട് എത്തും. മനുവേട്ടനെ അറിയണമെന്ന് ചേച്ചി ഒറ്റയടിക്ക് മനുവേട്ടനെ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം. റിജക്റ്റ് ചെയ്യോ? ഞാനോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നേ? അലീനയ്ക്ക് അവരുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അപ്പോൾ കൃഷ്ണമോളും ബബിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് അലീനയെ കളിയാക്കുന്നുണ്ട്. അതെന്താ ചേച്ചി ഈ റിജക്ഷൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണോ? പിന്നെ ചേച്ചി ചെയ്തതും അത് തന്നെയല്ലേ. മനുവേട്ടൻ്റെ അമ്മ വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോഴേക്കും ഇത്രയും കാലം ആ പാവം മനുവേട്ടന് ആഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് ഒറ്റയടിക്ക് മനുവേട്ടനോട് പറഞ്ഞിരിക്കുന്നു, എന്നെ വിളിക്കരുത്, ഇത് അവസാനത്തെ കോളാണ്, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കില്ലെന്നൊക്കെ. അയ്യയ്യേ, വളരെ മോശം. ഇതൊക്കെ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളും ബബിതയും കളിയാക്കുന്നുണ്ട്. അലീന വളരെ സീരിയസ് ആയിട്ട് തന്നെ അവരോട് ചോദിക്കുകയാണ്, അല്ല എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എടാ മക്കളെ, ഞാൻ ഒരിക്കലും മനുവേട്ടനോട് പറഞ്ഞിട്ടില്ല മനുവേട്ടനെ വിവാഹം കഴിക്കാമെന്ന്. മനുവേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞത് എന്നെ കാത്തിരിക്കരുതെന്നാണ്. പക്ഷേ ചേച്ചിയും മനുവേട്ടനും തമ്മിലുള്ള ആ പെരുമാറുന്ന രീതിയൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് മനുവേട്ടനോട് ഇഷ്ടമാണെന്നാണ് ഞങ്ങളൊക്കെ കരുതിയിട്ടുള്ളത്. അത് സത്യം തന്നെയാണ് ചേച്ചി. അതുകൊണ്ടല്ലേ ചേച്ചി മനുവേട്ടൻ്റെ അമ്മ വന്നപ്പോൾ ഒറ്റയടിക്ക് അങ്ങനെയൊക്കെ പറയാൻ ചേച്ചിക്ക് തോന്നിയത്. കാരണം ചേച്ചി കാരണം മനുവേട്ടൻ്റെ വീട്ടുകാരുടെയോ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട്. അല്ലായിരുന്നുവെങ്കിലോ? പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മനുവേട്ടൻ ചേച്ചിയുടെ സ്വന്തം തന്നെയാണ്. ചേച്ചിക്ക് അതറിയില്ലേ? ചേച്ചിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ചേച്ചിയുടെ കൂടെ നിന്നിട്ടുള്ളത് മനുവേട്ടനല്ലേ. പിന്നെ എന്തിനാ മനുവേട്ടനെ അങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നതല്ല കൃഷ്ണമോളെ. എൻ്റെ ലൈഫ് തന്നെ അങ്ങനെയാണ്. ഒരു വിഷമം പിടിച്ച ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ തന്നെ അച്ഛൻ്റെ ഒരു കരുണ കൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാൻ ഒരുപാട് കാലം ഇവിടെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എനിക്ക് ഏറെ സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന്, ഞാൻ ഈ വീട്ടിലെ ആണെന്ന്. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി അതിനപ്പുറത്തേക്ക് എനിക്കൊരുപാട് ബന്ധങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുതെന്ന്. ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ചേച്ചി മനുവേട്ടൻ്റെ കാര്യം വിട്ടേക്കൂ. പക്ഷേ ചേച്ചി ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് മനുവേട്ടനായിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. അല്ലാത്തതൊക്കെ ഇനി ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളല്ലല്ലോ, ഉണ്ടായി പോയതല്ലേ. ചേച്ചി ഇവിടുന്ന് പോണ കാര്യത്തെക്കുറിച്ചാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് മാത്രം മനസ്സിലായില്ല. അമ്മയെക്കുറിച്ചിട്ട് ഓർത്തിട്ടാണോ ചേച്ചി അങ്ങനെ പറയുന്നത്? അല്ല മോളെ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അച്ഛനും അമ്മയും എത്രയോ സ്നേഹത്തോടു കൂടി കഴിയേണ്ടവരായിരുന്നു. ഞാൻ വന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന്. അതിൻ്റെ കുറ്റബോധം എനിക്ക് എപ്പോഴും ഉണ്ട്. അത് ചേച്ചി ഇവിടെ നിന്ന് പോയാൽ തീരുമെന്നാണോ ചേച്ചി വിചാരിക്കുന്നത് എന്ന് കൃഷ്ണമോളുടെ ചോദ്യത്തിന് അലീനയ്ക്ക് മറുപടി ഉണ്ടായില്ല. കാരണം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ചേച്ചി പടിയിറങ്ങി പോകുമ്പോൾ ഇല്ലാതാവുന്നില്ലല്ലോ. ഇതേ സമയത്ത് ബാലചന്ദ്രൻ അവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ മുറിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും പടിയിറങ്ങി പോകുന്നത്? അപ്പോൾ ബബിതയും കൃഷ്ണമോളും പറയുന്നുണ്ട്, വേറെ ആരാണച്ചാ, അത് നമ്മുടെ ചേച്ചി തന്നെ, അല്ലാതെ പിന്നെ ഇവിടെ നിന്ന് പോവാനുള്ളത് ആരാ? അത് ശരി, അവൾക്ക് ഇവിടെ നിന്ന് പോവാൻ ഇപ്പോഴേ തിടുക്കായോ? എന്തേ, ഞാൻ സ്റ്റാൻലിയെ വിളിച്ച് പറയണോ നീ അവിടേക്ക് വരുന്നുണ്ടെന്ന്? അച്ഛാ, ഞാൻ അവിടേക്ക് പോകുന്ന കാര്യമല്ല പറഞ്ഞത്. അവിടെ എനിക്ക് തീർത്തും ഞാൻ പുറത്തൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്രയൊക്കെ അവരെന്നെ അവിടുത്തെ ആളായിട്ട് കാണാൻ ശ്രമിക്കുമ്പോഴും എനിക്കങ്ങനെ പറ്റുന്നില്ല അച്ഛാ. അവിടുത്തെ ആൻറ്റിയൊക്കെ എത്ര സ്നേഹമാണ്, അതും വല്ലാത്തൊരതിശയം തന്നെയാണ്. തീർത്തും ഞാൻ അവിടുത്തെ ആരുമല്ലല്ലോ, എന്നിട്ടും ആ ആൻറ്റി പോലും എന്നെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. അതൊക്കെ വല്ലാത്തൊരതിശയം തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു കളികൾ തന്നെയാണ്. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. നീ എന്തിനാണ് മനുവിനെ വിഷമിപ്പിക്കുന്നതെന്ന്? കമല എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോയേനെ. നീ വെറുതെ കമലയ്ക്ക് സപ്പോർട്ട് നിന്ന് സംസാരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ മനുവിന് ഇവിടേക്ക് വരേണ്ടി വന്നത്. മനുവേട്ടൻ അച്ഛനെ വിളിച്ചിരുന്നോ? എന്നെ വിളിച്ചിരുന്നു. അങ്കിൾ ഇവിടെ ഉണ്ടോ? ഞാൻ നേരിട്ട് വരുന്നുണ്ട്, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം, സംസാരിക്കണം, ഇത്രമാത്രം പറഞ്ഞു. അവൻ കോള് കട്ട് ചെയ്തു. അവൻ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ എത്താനായിട്ടുണ്ടാവും. അപ്പോൾ ബബിത ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ അതന്നെയാ അച്ഛാ ചേച്ചിയോട് പറഞ്ഞത്, വേണമെങ്കിൽ നാട് വിട്ടോളാൻ. എനിക്കിത്രയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങളുടെ മനുവേട്ടനെ പറ്റിച്ചിട്ടിട്ട് എവിടേക്കും അങ്ങനെ ഓടിപ്പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കുമെന്ന് ചേച്ചി ഒട്ടും വിചാരിക്കണ്ട. അലീന ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് നടന്നു ചെന്നിട്ട് ബാലചന്ദ്രൻ്റെ തൊട്ടു മുമ്പിലായി ചെന്ന് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ്റെ കൈകൾ രണ്ടും അവളുടെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ച് തൊഴുതുകൊണ്ട് തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഇങ്ങനെ ഒരു ജീവിതം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി പോയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച മറ്റൊരു ജീവിതമുണ്ട്, എന്നെ ആശ്രയിക്കുന്നവർക്ക് തുണയാവുക, എൻ്റെ മമ്മിയെ പോലെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ജീവിതം. എന്നിട്ട് അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, അത് അച്ഛനെ അറിയാഞ്ഞിട്ടാണ്. എത്രയോ ആളുകളുണ്ടെന്നറിയോ, ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നവർ. അവർക്കൊക്കെ തുണയാവുക എന്ന് പറയുന്നതാണ് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളാരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് വിശന്നിരുന്നിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളോട് ഞാനതൊക്കെ പറഞ്ഞു തന്നാൽ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അലീനയുടെ ആ വിഷമിച്ചുള്ള സംസാരങ്ങൾ കേട്ടിട്ട് ബാലചന്ദ്രനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയുടെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ പറയുകയാണ്, നീ ഇത്ര നല്ല കുട്ടിയായത് നിൻ്റെ ആ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ് മോളെ. പിന്നെ നിന്നെ വളർത്തിയ ആ മമ്മിയുടെ ഗുണവും അതെല്ലാം അച്ഛനറിയാം. പക്ഷേ എൻ്റെ ഈ 2 മക്കളും നീയും
എൻ്റെ പ്രാണനാണിപ്പോൾ. പക്ഷേ അതിൽ നിന്ന് നിന്നെ മാത്രം മറ്റുള്ളവർക്ക് ആശ്രയിച്ച് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ആശ്രമം നടത്തിക്കൊണ്ട് പോവാനായിട്ട് നിൻ്റെ ജീവിതം ഞാൻ ഒഴിഞ്ഞു വെക്കണം എന്നാണോ നീ പറയുന്നത്? അച്ഛനെ കൊണ്ടാവുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം കളഞ്ഞിട്ട് നിൽക്കണമെന്ന് എന്താണ് നിനക്ക് ഇത്ര നിർബന്ധം? നിനക്ക് വിവാഹം കഴിക്കാം, നിനക്കതിൽ കുട്ടികളുണ്ടാവാം, എന്നിട്ട് നിനക്ക് കിട്ടുന്ന നിൻ്റെ സാലറിയിൽ നിന്ന് കുറച്ച് പണം നീക്കി വെച്ചിട്ട് അങ്ങനെ ഒരു അനാഥാശ്രമം നിനക്ക് നടത്താം. അതിനൊന്നും തന്നെ ഒരാളും തടസ്സമാവില്ല മോളെ, ഒരിക്കലും തടസ്സമാവില്ല. നിൻ്റെ ഈ അച്ഛനുണ്ടാവും നിനക്ക് തുണയായിട്ട്. പിന്നെ മനുവാണ് നിന്നെ വിവാഹം കഴിക്കുന്നതെങ്കിൽ അവനും ഉണ്ടാവും. അച്ഛാ, ഞാനങ്ങനെ വിവാഹത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതും മനുവേട്ടനെ പോലെ വലിയൊരു കുടുംബത്തിലെ നല്ല ജോലിയും വരുമാനവും ഒക്കെയുള്ളൊരു പയ്യനെ എന്തിനാണ് അങ്ങനെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത്? കറക്റ്റ് സമയത്ത് ഇത് കേട്ടുകൊണ്ട് തന്നെയാണ് മനു കടന്നു വരുന്നത്. മനു അലീനയോടായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഓ അങ്ങനെയൊക്കെയാണ് എന്നെ കണ്ടുവച്ചിരിക്കുന്നത്. വലിയ വീട്ടിലെ ഉന്നത ജോലിയുള്ള കൈ നിറയെ ശമ്പളമുള്ള ഒരു പയ്യൻ അല്ലേ? നിനക്ക് അത്രയ്ക്ക് തന്നെയായിരുന്നോ അലീന ഞാൻ? ഇത്ര പെട്ടെന്ന് മനുവേട്ടൻ്റെ ആ വരവ് അലീന പ്രതീക്ഷിച്ചിരുന്നില്ല. മനുവേട്ടൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാണ് കൃഷ്ണമോളും ബബിതയും ബാലചന്ദ്രനും തിരിഞ്ഞു നോക്കുന്നത്. ആ മനു വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രനും തിരിഞ്ഞു നിൽക്കുകയാണ്. മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിനും എന്നെ അങ്ങനെ തന്നെയാണോ കണ്ടിരിക്കുന്നത്? കാരണം കാര്യത്തോടടുക്കുമ്പോഴാണല്ലോ ഓരോരുത്തരെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുന്നത്. കമല എന്ന് പറയുന്ന എൻ്റെ അമ്മ എന്താണെന്നും എങ്ങനെയാണെന്നും ഒരു ബോധമില്ലാതെ എന്തൊക്കെയോ വായി തോന്നിയത് പറയുന്ന ഒരാളാണെന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങളെക്കാളേറെ ഒരു പക്ഷേ ഇവൾക്കതറിയാവുന്നതാണ്. എന്നിട്ടാണ് അമ്മ വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോഴേക്കും അവൾ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിലേക്കും അമ്മയുടെ മകൻ്റെ ജീവിതത്തിലേക്കും അവൾ കടന്നു വരില്ല പോലും. ഇതാണ് അവൾ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അല്ലേ അങ്കിളെ? അത് മോനെ, അത് ആ സമയത്ത് കമല വന്ന് അങ്ങനത്തെ രീതിയിലാണ് സംസാരിച്ചത്. അത് ആദ്യമായിട്ടാണോ അങ്കിളെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്കിളിന് ഇറക്കി വിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലേക്ക് ഇവള് കയറി ഈ വാക്ക് കൊടുക്കേണ്ടൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മനുവേട്ട. ഞാൻ തന്നെയായിരുന്നു അതിന് മറുപടി നൽകേണ്ടത്. അത് ഞാൻ മുന്നും പിന്നൊന്നും ആലോചിക്കാതെ പറഞ്ഞ വാക്കുകളൊന്നും തന്നെയല്ല. അത് ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. എനിക്ക് ഒരുപാട് സമയം ആലോചിക്കേണ്ടിയും വന്നില്ല. കാരണം മനുശങ്കർ എന്ന് പറയുന്ന ആ അമ്മയുടെ മകനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നും എനിക്കൊരു തുണയായിട്ട്, എൻ്റെ ഒരു ഗാർഡിയനായിട്ട് മനുവേട്ടനും അച്ഛനും ഒക്കെ ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. മനുവേട്ടൻ ഒരിക്കൽ നമ്മളുടെ വിവാഹക്കാര്യം എന്നോട് ആദ്യമായിട്ട് അന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ മനുവേട്ടനോട് പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്, എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലെന്ന്, ഒരു വിവാഹബന്ധത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലെന്ന്. ഞാനിവിടെ ഒന്നും ആഗ്രഹിച്ച് വന്ന ആളല്ല. ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരെയും കാണണം, എൻ്റെ കൂടെ പിറന്ന ഈ കൂടെപ്പിറപ്പുകളെയൊക്കെ എനിക്ക് കാണണം, അച്ഛൻ അമ്മ അത് ആരാണെന്നൊക്കെ ഒന്ന് അറിയണമെന്ന്, എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതെ എവിടേക്കെങ്കിലും പോകണമെന്ന്. പക്ഷേ എന്നെ ഇവിടെ വരെ എത്തിച്ചു. ഇതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട മനുവേട്ട എനിക്ക്. പിന്നെ മനുവേട്ടൻ എന്നോട് ചോദിച്ചില്ലേ, ആരോ വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോഴേക്കും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റിയല്ലോ എന്ന്. എന്നെ സംബന്ധിച്ച് അതാരോ അല്ല, മനുവേട്ടൻ്റെ അമ്മയാണ്. മനുവേട്ടൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ മനുവേട്ടനെ നൊന്ത് പ്രസവിച്ച സ്ത്രീയാണ്. അവർക്ക് അവരുടെ മകൻ്റെ കാര്യത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. വലിയ വലിയ തറവാട്ടിലെ പ്രശസ്തിയുള്ള ഒരു തറവാട്ടിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ, അതും മനുവേട്ടൻ്റെ വിദ്യാഭ്യാസത്തിനും നിലയ്ക്കും വിലയ്ക്കുമൊക്കെ ചേർന്നൊരു പെൺകുട്ടിയെ, അങ്ങനെ ആ അമ്മ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് മനുവേട്ടന് പറയാൻ പറ്റുമോ? അച്ഛന് പറയാൻ പറ്റുമോ? അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചാൽ അത് തെറ്റാണെന്ന് ബബിതയ്ക്കും കൃഷ്ണമോൾക്കും പറയാൻ പറ്റുമോ? ഇല്ല, അത് ഒരു തെറ്റല്ലല്ലോ.
കാരണം ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമല്ലേ കമലാൻറ്റി ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഞാനതിനെന്താ മനുവേട്ടാ മറുപടി കൊടുക്കേണ്ടത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മകൻ്റെ കൂടെ തന്നെ ജീവിക്കുള്ളൂ എന്നോ? അതോ നിങ്ങളെ ആരും ഞാൻ വില വെക്കില്ല, എൻ്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം, ഞാൻ ആഗ്രഹിച്ച പോലെ എന്നെ ആഗ്രഹിക്കുന്ന ആളെ തന്നെ ഞാൻ വിവാഹം കഴിച്ച് ജീവിക്കുമെന്നോ? എനിക്കറിയില്ല മനുവേട്ട ഇങ്ങനെയൊന്നും സംസാരിക്കാൻ. അലീനയുടെ വാക്കുകളിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ആ സംസാരം വല്ലാതെ ഇടറുന്നത് പോലെ മനുവിനും ബാലചന്ദ്രനും ഒക്കെ തോന്നി. ബാലചന്ദ്രൻ അലീനയുടെ അരികിൽ ചെന്നിട്ട് തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്കെല്ലാം അറിയാം മോളെ. നീ ആരുടെയും വിഷമം കാണാൻ ആഗ്രഹിക്കാത്ത ആളാണെന്ന്. പക്ഷേ നിന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച മനുവിനെയും ഞങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവനെ സംബന്ധിച്ച് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ ഇനി അവന് കിട്ടാനില്ല. ഉണ്ടച്ഛാ, അതൊക്കെ നിങ്ങളുടെയൊക്കെ തോന്നലാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് നിങ്ങളോട്? ഒരിക്കലും അച്ഛനും അമ്മയും എല്ലാവരുടെയും അനുഗ്രഹമില്ലാതെ നടക്കുന്ന ഒരു ബന്ധവും അധികം കാലം മുന്നോട്ട് പോവില്ല. നിങ്ങൾ ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കണം. ജീവിതത്തിൽ നമുക്ക് നല്ലത് വരണമെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം, സന്തോഷത്തോടു കൂടി. മനുവേട്ടൻ അങ്ങനെ ഒരു വിവാഹത്തിനും ഒരുങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സമ്മതം മനുവേട്ടൻ ഉണ്ടായിരിക്കണം. അത് എൻ്റെയും ആഗ്രഹമാണ്. മനുവേട്ടൻ ഒരിക്കലും എനിക്ക് വേണ്ടി വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിക്കാൻ മാത്രം എനിക്കൊന്നുമില്ല മനുവേട്ട. ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. സാധാരണ പെൺകുട്ടിയേക്കാൾ അതിലേറെ സാധാരണക്കാരിയാണ്. നിങ്ങളൊക്കെ എന്നെ അങ്ങനെ മാത്രം കണ്ടാൽ മതി. മനുവേട്ടൻ്റെ അരികിലേക്കായിട്ട് അലീന നടന്ന് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും മനുവേട്ടൻ്റെ സഹായം ഈ അലീനയ്ക്ക് വേണം. ഇവിടെ നിന്ന് മുന്നോട്ട് ഒരുപാട് സഞ്ചരിക്കാനുള്ള ഒരാളാണ് ഞാൻ. അച്ഛനും മനുവേട്ടനും ഒക്കെ തന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ നിൽക്കുന്ന നിൽപ്പിലും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. അത് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതിന് മനുവേട്ടൻ്റെ ഈ ജന്മം അല്ലെങ്കിൽ മനുവേട്ടന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ജീവിതം അതെൻ്റെ മുമ്പിൽ വെക്കരുത് മനുവേട്ടൻ. അതിന് മനുവേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. മനുവേട്ടൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തുന്ന പെൺകുട്ടിയെ. അവിടെയായിരിക്കും മനുവേട്ടന് ഐശ്വര്യവും സന്തോഷവും എല്ലാം ഉണ്ടാവുന്നതെന്ന്. അലീനയുടെ വാക്കുകൾ മനുവിന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറത്തായിരുന്നു. മനു പ്രതീക്ഷിച്ചത് മനു വന്ന് പറയുമ്പോൾ അലീനയ്ക്കെല്ലാം മനസ്സിലാവുമെന്നായിരുന്നു. പക്ഷേ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ മനുവിൻ്റെ നാവ് അടക്കി വെച്ചിരിക്കുകയായിരുന്നു അലീന. എങ്കിലും മനു ചോദിക്കുന്നുണ്ട്, നീ മനസ്സിൽ തട്ടി തന്നെയാണോ ഇതെല്ലാം പറയുന്നത്? അതോ അമ്മയ്ക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്താണോ? എന്താ മനുവേട്ടന് സംശയം? മനുവേട്ടന് അലീനയെ മനസ്സിലായിട്ടില്ലേ? അകത്തൊന്ന് വെച്ചിട്ട് പുറത്ത് മറ്റൊരു രീതിയിൽ സംസാരിക്കുന്ന ആളല്ല മനുവേട്ടാ ഞാൻ. മനുവേട്ടൻ എന്നെ മനസ്സിലാക്കണം. ഞാൻ കമലാൻറ്റി വെറുതെ വന്ന് പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആൻറ്റിയോടുള്ള സിമ്പതിയുടെ പുറത്തോ ഒന്നും പറഞ്ഞതല്ല. മനുവേട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഒരുപക്ഷെ ഞാൻ തന്നെയായിരിക്കും. മനു അലീനയ്ക്ക് മുമ്പിലേക്ക് കൈകൊണ്ട് തടുത്തുകൊണ്ട് മതി പറഞ്ഞത് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അലീനയും ഒറ്റയടിക്ക് വാക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. മനു പറയുന്നുണ്ട്, ശരി അങ്കിളെ, ഞാൻ പോവുകയാണ്. എനിക്കിവിടെ വരെ എത്തുമ്പോൾ ഒരുപാട് മനസ്സിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണ് ഈ വീട്ടിലുള്ളവരെല്ലാവരുമെന്ന്. മനു തിരിഞ്ഞാരെയും നോക്കാതെ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് തന്നെ പോവുകയാണ്. മനുവിൻ്റെ പിന്നാലെ ബാലചന്ദ്രനും. മനു കാറിൽ കയറാൻ നേരത്ത് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു നീ പോവാണോ? എടാ, നീ ഇങ്ങനെ വിഷമിച്ച് പോവാതെ. ഇതൊക്കെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ അവൾ ആ വിഷമത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്നതാടാ. ഇല്ലങ്ങളെ, ഞാനങ്ങനെ വിഷമിച്ച് പോകുന്നതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളൊരു വാക്കുകൾ പോലും കേൾക്കാനുള്ള മനസ്സ് അവൾക്ക് ഈ സമയത്തില്ല. പിന്നെ ഞാൻ കൂടുതൽ എന്ത് പറയാനാ? എനിക്ക് ഒന്നും പറയാനില്ല അങ്കിളെ. പറയാനും എനിക്കും വരും ഒരു സമയം, അപ്പോൾ ഞാൻ പറഞ്ഞോളാം. അങ്കിള് വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് മനു കാറിൽ കയറി
തിരിച്ചു പോവുകയാണ്. മനു പോകുന്നത് നോക്കി ബാലചന്ദ്രനും നിൽക്കുന്നുണ്ട്. തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ശുഭരാത്രി.